സൂര്യയുടെ റെട്രോ കോടികൾ മുടക്കി സ്വന്തമാക്കി നെറ്റ്ഫ്ലിക്സ്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സൂര്യയെ നായകനാക്കി കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് റെട്രോ. ആക്ഷനും റൊമാൻസും കൂടിക്കലർന്ന ചിത്രം സൂര്യയുടെ ഒരു വമ്പൻ തിരിച്ചുവരവാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഇപ്പോഴിതാ റെട്രോയുടെ OTT റൈറ്റ്സ് വമ്പൻ തുകയ്ക്ക് വിറ്റുപോയെന്നാണ് റിപ്പോർട്ടുകൾ. നെറ്റ്ഫ്ലിക്സ് ആണ് റെട്രോയുടെ സ്ട്രീമിംഗ് അവകാശം വാങ്ങിയിരിക്കുന്നത്. 80 കോടി രൂപയ്ക്കാണ് ഇവർ ചിത്രം വാങ്ങിയതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സൂര്യ ചിത്രങ്ങളിൽ വെച്ച് OTT റൈറ്റ്സിന് ലഭിക്കുന്ന റെക്കോർഡ് തുകയാണിത്. ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് 8 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും OTTയിൽ എത്തുകയെന്നും റിപ്പോർട്ടുകളുണ്ട്. സൂര്യയുടെ ഒടുവിലായി ഇറങ്ങിയ ചിത്രം കങ്കുവയായിരുന്നു. ഏറെ പ്രതീക്ഷകളോടെ പുറത്തിറങ്ങിയ ചിത്രം തിയേറ്ററുകളിൽ വലിയ പരാജയമാണ് നേരിട്ടത്. കങ്കുവയിലൂടെ സൂര്യയ്ക്കുണ്ടായ ക്ഷീണം റെട്രോ മാറ്റുമെന്നാണ് പരക്കെയുള്ള സംസാരം. സൂര്യയുടെ 44ാം ചിത്രമായാണ് റെട്രോ പുറത്തിറങ്ങാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ മാസമായിരുന്നു സിനിമയുടെ ടൈറ്റിൽ റിലീസ് ചെയ്തത്. ചിത്രത്തിന്റെ ടീസറിനും വലിയ സ്വീകാര്യത നേടാനായിരുന്നു. 1980കളിൽ നടക്കുന്ന കഥയാണ് റെട്രോയുടേതെന്നാണ് സൂചന. പൂജ ഹെഗ്ഡെയാണ് സിനിമയിൽ നായികയായി എത്തുന്നത്. ജോജു ജോർജ്, ജയറാം, നാസർ, പ്രകാശ് രാജ്, സുജിത്ത് ശങ്കർ, കരുണാകരൻ, പ്രേംകുമാർ തുടങ്ങിയവരും റെട്രോയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ചിത്രത്തിൽ 2 ലുക്കിലാണ് സൂര്യ എത്തുന്നത്. സൂര്യയുടെ 2D സിനിമാസും കാർത്തിക് സുബരാജിന്റെ സ്റ്റോൺ ബെഞ്ചും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്.